ശ്രീനിവാസന് നാട് വിട നൽകുകയാണ്, കേരളം വിട നൽകുകയാണ്. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. എസ് രാഗിനുണ്ട് വിവരങ്ങളുമായി. രാഗിൻ, സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അല്പസമയത്തിനകം തന്നെ മൃതദേഹം ചിതയിലേക്ക് എടുക്കും. പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് നിരവധി പേർ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഈ ജനത്തിരക്ക് ഒന്ന് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് നീക്കാൻ വേണ്ടിയൊക്കെ പോലീസും മറ്റ് സംവിധാനങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായിരുന്നു നമുക്കൊക്കെ ശ്രീനിവാസൻ എന്ന് ഈ തിരക്ക് നമ്മളോട് പറഞ്ഞു തരികയാണ്. കാരണം അത്രത്തോളം അടുപ്പം നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തോട് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗം കൂടിയാണ് ഇത്രയധികം പേർ ഈ വീടിന് ചുറ്റും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് ഇന്നും ഈ രാവിലെ അദ്ദേഹത്തിന്റെ കണ്ടനാട്ടുള്ള പാലാഴി എന്ന് പറയുന്ന വീട്ടിലേക്ക് ജനം ഒഴുകിയെത്തുകയായിരുന്നു. അതിൽ ചലച്ചിത്ര പ്രവർത്തകരുണ്ട്, നടന്മാരുണ്ട്, അതോടൊപ്പം വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരടക്കമുണ്ട്. അങ്ങനെ നിരവധി പേർ എത്തി. അതിനുശേഷം ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ, കർമ്മങ്ങൾ അത് ഏതാണ്ട് പൂർത്തിയായി. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ ചിതയിലേക്ക് എടുക്കും. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ചിത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഉണ്ട്. അതിനുശേഷം ഇവിടെയും ചെറിയ ചില കർമ്മങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടാകും. തുടർന്നായിരിക്കും ഈ സംസ്കാരത്തിലേക്ക് കാര്യങ്ങൾ പോവുക. എന്തായാലും വലിയ ജനത്തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശ്രീനിവാസൻ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇപ്പോഴും അല്ലെങ്കിൽ തുടിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. ശ്രീനിവാസൻ ഭൗതികമായി ഇല്ലാതാവുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമുക്ക് ഇന്നും ജീവിക്കുന്ന ഒരു ആളായി മാറുക തന്നെ ചെയ്യും. കാലത്തിന് അതീതമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും. അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, ആ സാധാരണക്കാരുടെ വിഷയങ്ങൾ, അതൊക്കെ ഇന്നും പല ഘട്ടങ്ങളിലും പലതരത്തിലും നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ്. ആ നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മളെ പ്രചോദിപ്പിക്കും. കാരണം കേവലം ചിരിപ്പിക്കുക അതോടൊപ്പം മാത്രം അല്ല കാര്യങ്ങൾ നിന്നത്, ചിരിപ്പിക്കുന്നതിനൊപ്പം ചിന്തിപ്പിക്കുക കൂടി ചെയ്തു. അത് ആരെയാണ്? എല്ലാ വരും തലമുറയെ അടക്കം ചിന്തിപ്പിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രത്യേകത. ഈ വലിയ തോതിലുള്ള റിപ്പിറ്റേഷൻ വാല്യൂ, അതായത് 91 ഇറങ്ങിയ സന്ദേശം എന്ന് പറയുന്ന സിനിമ ഈ ഘട്ടത്തിലും പുതിയതായി തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. അത് നിരവധി തവണ കണ്ടവർക്ക് മുന്നിലേക്ക് മാത്രമല്ല, മറിച്ച് പുതിയതായി കാണുന്നത് അടക്കമുള്ളവർക്ക് വലിയ തോതിലുള്ള പുതുമയും വലിയ തോതിലുള്ള അത്തരത്തിലുള്ള ആശയങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ചിത്രങ്ങളാണ്. അത് ഒരു ചിത്രം മാത്രമല്ല, എല്ലാ ചിത്രങ്ങളും. അത് അങ്ങനെയായിരുന്നു. പച്ചയായ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അത് കേവലം കൃത്യമായ രീതിയിൽ ഒരു നർമ്മത്തിലൊക്കെ ചാലിച്ചുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. അത് ഈസിലി കമ്മ്യൂണിക്കേറ്റീവ് ആയിരുന്നു ഓരോ ആളുകളിലേക്കും. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ശ്രീനിവാസനെ ഏവരും കണ്ടിരുന്നത്. ഇതുവരെ ചിലപ്പോൾ നേരിട്ട് കാണാത്ത ഒട്ടനവധി പേർ അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ ഇവിടേക്ക് വന്നിട്ടുണ്ടാകും. ആരായിരുന്നു എന്ന് അവർ തന്നെ സ്വയം മനസ്സിൽ അവരോട് ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് തങ്ങളുടെ ഏറ്റവും വലിയ അടുപ്പക്കാരൻ, തങ്ങളുടെ ഒരു സഹോദരൻ, അല്ലെങ്കിൽ തങ്ങൾ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം നൽകി സൂക്ഷിച്ച ഒരു വ്യക്തിത്വം എന്നതായിരിക്കും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം. ഇത് അദ്ദേഹത്തിൻ്റെ വീട് കൂടിയാണ്. മാത്രമല്ല, അദ്ദേഹം വെള്ളിത്തിരയിൽ മാത്രമല്ലായിരുന്നു സജീവം. അദ്ദേഹം ഈ മേഖലയിലൊക്കെ തന്നെ സാമൂഹികപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുമായിരുന്നു. പ്രത്യേകിച്ചും ജൈവ കൃഷി എന്ന് പറയുന്ന ആ ഒരു തോട്ട്, അത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൂടിക്കൊണ്ടാണ്. മാത്രമല്ല, സംസ്ഥാനത്താകെ ഇത്തരത്തിലുള്ള ജൈവ കൃഷി പ്രോത്സാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലരും ഏറ്റെടുക്കുന്നതായി കണ്ടു. വിഷരഹിത പച്ചക്കറി എന്നതടക്കമുള്ള ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ കേവലം വെള്ളിത്തിരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അത് വെള്ളിത്തിരയിൽ മാത്രമല്ലായിരുന്നു, മറ്റിടങ്ങളിലും അദ്ദേഹം ആ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഈ നാട്ടുകാർക്കൊക്കെ തന്നെ ഏറ്റവും പ്രാപ്യനായിട്ടുള്ളൊരു വ്യക്തിത്വം, ആ നിലയിൽ തന്നെ എവരും അതിനെ കാണുകയും ചെയ്തു. മാത്രമല്ല, സിനിമയുടെ ഓരോ പടവുകളും അദ്ദേഹം ചവിട്ടിക്കയറുമ്പോഴും ലാളിത്യം എന്ന് പറയുന്നത് ഒരു മുഖമുദ്രയായി തന്നെ അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ദൃഷ്ടാന്തമാണ് ഈ വരുന്ന, അല്ലെങ്കിൽ ഈ തടിച്ചുകൂടി നിൽക്കുന്ന ജനക്കൂട്ടമെന്ന് നിസ്സംശയം തന്നെ പറയാൻ കഴിയും. ഒരു സിനിമ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരുന്നില്ല ശ്രീനിവാസൻ വന്നത്. 1956 അദ്ദേഹം പട്ടിത്ത് ജനിച്ച് കതിരൂരിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മട്ടന്നൂർ കോളേജ് കലാലയ വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ മദ്രാസിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയി. അതിനുശേഷം അദ്ദേഹം സ്വന്തം വഴിവെട്ടി സിനിമയിലേക്ക് എത്തി. സ്വന്തമായി നടത്തിയ പ്രയത്നം കൊണ്ട് അദ്ദേഹം ഓരോ പടവുകളും ചവിട്ടിക്കയറുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് അതിലൊക്കെ പ്രാവീണ്യം തെളിയിച്ച് മലയാള പ്രേക്ഷകരെ അടക്കം കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായും
പ്രധാനമായും നമ്മൾ മുന്നിൽ കാണേണ്ട വസ്തുത. അതിൽ 54ഓളം തിരക്കഥകൾ അദ്ദേഹം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലേക്ക് എത്തിപ്പെട്ടതാണ്. അതായത് പ്രിയദർശൻ അദ്ദേഹത്തോട് പറഞ്ഞു തിരക്കഥ എഴുതിയാൽ അഭിനയിക്കാമെന്ന്. അങ്ങനെ തിരക്കഥ എഴുതുന്നു. അത് എങ്ങനെയാണത് വലിയ ഹിറ്റായി മാറുകയാണ് ഉണ്ടാകുന്നത്. അത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വിഷയങ്ങൾ അത് ഓരോന്നും സന്ദർഭ പ്രാധാന്യത്തോടു കൂടി എടുത്ത് അതിൽ നർമ്മം ചാലിച്ച് അദ്ദേഹം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചു. അത് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. ശ്രീനി സിനിമകൾ എന്ന തരത്തിലുള്ള ബ്രാൻഡിംഗ് മലയാള പ്രേക്ഷകരുടെ മനസ്സിലടക്കം ഉണ്ടായിരുന്നു. ആ ബ്രാൻഡിംഗ് തന്നെയായിരുന്നു പ്രത്യേകിച്ചും ചിന്താവിഷ്ടയായ ശ്യാമളയൊക്കെ തന്നെയാണെങ്കിൽ കുടുംബ പ്രേക്ഷകർ വലിയ തോതിൽ തിയേറ്ററിലേക്ക് ഇരച്ചെത്തിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അതൊക്കെ തന്നെ ശ്രീനിവാസനെ അടയാളപ്പെടുത്തുന്നതിൽ, ശ്രീനിവാസന്റെ പ്രതിഭയെ അടയാളപ്പെടുത്തുന്നതിൽ നിർണായകമായി മാറുകയും ചെയ്തു. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകളും ഒക്കെ ആ നിലയിൽ വരുന്നു. അങ്ങനെയാണ് 2016 അദ്ദേഹം ഇവിടെ നിന്ന് മത്സരിച്ചേക്കുമെന്ന തരത്തിലുള്ള വാർത്തകളടക്കം പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് അത്? ഈ കാരണങ്ങൾ കൊണ്ടാണ്. കാരണം ഇതിലും നല്ലൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഇതിലും ഏറ്റവും ആപ്റ്റായിട്ടുള്ള വ്യക്തിത്വം എന്ന് പലരും മനസ്സിൽ കണ്ട ഒരാൾ കൂടിയായിരുന്നു ശ്രീനിവാസൻ. കാരണം സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നു, അവിടെ വലിയ പ്രാവീണ്യം തെളിയിക്കുന്നു, സാമൂഹ്യ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നു, ആരെയും വേദനിപ്പിക്കാതെ. അതുകൂടി എടുത്തു പറയണം. കാരണം സരസമായി ലളിതമായി ഏറ്റവും വേഗത്തിൽ ആളുകളിലേക്ക് അത് ആ നിലയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക എന്ന ഉദ്ദേശത്തോടുകൂടി അവതരിപ്പിക്കുകയും അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുകയും ആ എത്തുന്ന ഘട്ടത്തിൽ ആ വിഷയങ്ങളടക്കം സജീവമായി ചർച്ച ചെയ്യുകയും താൻ ഉദ്ദേശിച്ചത് എന്താണോ ആ നിലയിൽ തന്നെ അത് സമൂഹത്തിൽ വരികയും ചെയ്തു. ജൈവകൃഷി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അത് തന്നെയാണ് കണ്ടത്. അപ്പോൾ ആ നിലയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കിയത്. പിന്നീട് 1986 അദ്ദേഹം ജനിച്ച ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം മുന്നോട്ട് പോയ ഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. ആ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യത്തോട് വളരെ ക്രിയാത്മകമായി റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ റെസ്പോണ്ട് ചെയ്ത് ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പ്രേരണ അതടക്കം അദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയിൽ അതൊക്കെ ഒരു പ്രേരണ സ്രോതസ്സായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കഥാപാത്രത്തെയും വരച്ചു കാട്ടിയത്. അങ്ങനെ വരച്ചു കാട്ടപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ മലയാളിയുടെ ഹൃദയത്തിലാണ് രേഖപ്പെടുത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം സ്നേഹം, ഇത്രത്തോളം അനുകമ്പ അല്ലെങ്കിൽ ഇത്രത്തോളം വാത്സല്യം ഓരോരുത്തർക്കും അദ്ദേഹത്തോട് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിരവധി പേർ ഇപ്പോൾ ഇന്നലെ ഈ എറണാകുളം ടൗൺ ഹാളിൽ നിരവധി പേരാണ് എത്തിയത്. അവസാനം 3 മണി വരെ സമയം പറഞ്ഞിട്ട് അതും നീണ്ടുപോകുന്ന ഘട്ടം എത്തിയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ വീട്ടിൽ അല്പം ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇടുങ്ങിയ ഒരു പ്രദേശമാണ് ഈ ഇങ്ങോട്ടുള്ള വീടിനുള്ളത്. പക്ഷെ അവിടെ പോലും വലിയ തോതിലുള്ള ജനക്കൂട്ടം എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ രാവിലെ സംസാരിക്കുന്ന പലരും നാട്ടുകാരൊക്കെ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തോടുള്ള അത്രത്തോളം സ്നേഹമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ചിലപ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ നേതാക്കളിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടു കാണും. പക്ഷേ സിനിമാ മേഖലകളിൽ ഇത്തരത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി, അത് അദ്ദേഹം തൊട്ടടുത്ത ആളുകളോടും അല്ലെങ്കിൽ അപ്പുറത്തുള്ള വ്യക്തിത്വങ്ങളോടും ഒക്കെ തന്നെ വലിയ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ആ ഒരു സ്നേഹം പിടിച്ചു പറ്റിയ ഒരാളായിരുന്നു എന്നത് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും 200ഓളം സിനിമകളിലാണ് അദ്ദേഹം വേഷമിട്ടത്. 48ഓളം വർഷങ്ങളിൽ സിനിമാ മേഖലയിൽ നിറഞ്ഞു നിന്നു. അദ്ദേഹം ഇപ്പോൾ ഓർമ്മയാകുമ്പോഴും അദ്ദേഹം പങ്കുവച്ച ആശയങ്ങൾ, അദ്ദേഹം പങ്കുവച്ച ചിന്തകൾ അതൊക്കെ കാലത്തിനതീതമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. ആ സിനിമകളിലൂടെ ശ്രീനിവാസൻ എന്നും ജീവിക്കും എന്ന് നമുക്ക് പറയാം. കാരണം അത്രത്തോളം കാലിക പ്രസക്തിയുള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റേത്. അത് സാധാരണക്കാരൻ്റെ പച്ചയായിട്ടുള്ള മനുഷ്യൻ്റെ ഓരോ പ്രശ്നങ്ങളും ഒക്കെ എടുത്ത് കൃത്യമായ രീതിയിൽ നർമ്മത്തിൽ ചാലിച്ച് അതിൻ്റെ മേമ്പൊടിയോടുകൂടി അവതരിപ്പിക്കുന്നു. ഇതോടൊപ്പം മലയാളിയുടെ നാട്യങ്ങളും പൊങ്ങച്ചങ്ങളും ഒക്കെ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശനപരമായി അവതരിപ്പിക്കുന്നു. ഇതൊക്കെ മലയാളികൾ കൈനീട്ടി ഏറ്റുവാങ്ങിയ കാര്യമാണ്. ഈ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുമ്പോൾ അതൊരു കുടുംബ ചിത്രമാണെങ്കിൽ പോലും അതിൽ എങ്ങനെയൊക്കെയാണ് ഒരാൾ മുന്നോട്ട് നീങ്ങുന്നത്, അവിടെയൊക്കെ എങ്ങനെയൊക്കെ അതിൽ കൃത്യമായിട്ടുള്ള ഒരു കോമഡി അല്ലെങ്കിൽ ഒരു നർമ്മത്തിൻ്റെ എലമെന്റ് കൂടി കൊണ്ടുവന്ന് അതിനെ ഗംഭീരമാക്കി തീർക്കുന്നു. വിവിധ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുന്നു. സത്യനന്ദിക്കാട് മൊത്തമുള്ള കോമ്പിനേഷൻ, പ്രിയദർശനുമായിട്ടുള്ള കോമ്പിനേഷൻ, കമലുമായിട്ടുള്ള കോമ്പിനേഷൻ, ഈ കോമ്പിനേഷനൊക്കെ വലിയ തോതിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുന്നിൽ ശ്രീനിവാസൻ സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു ഗ്യാരണ്ടി ഉണ്ട്. ആ ഗ്യാരണ്ടി തന്നെയാണ് മനസ്സിൽ ശ്രീനിവാസന് ഏവരും കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് തന്നെ പറയും. കാരണം ആ സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം അതൊരു മികച്ച സിനിമയായിരിക്കുമെന്ന് നമ്മളൊക്കെ മനസ്സിൽ കാണുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. 2018 ഞാൻ പ്രകാശൻ സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ തിരക്കഥ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെയ്ത തിരക്കഥയാണ്. അതും വലിയ തോതിൽ തന്നെ ഹിറ്റായി മാറുന്ന അവസ്ഥയാണുണ്ടായത് സത്യനന്ദിക്കാടിനൊപ്പം. എന്തായാലും അത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ ചിത്രങ്ങളിലൂടെ അദ്ദേഹം കേവലം ചിരിപ്പിച്ച് പോവുക അല്ലെങ്കിൽ ചിരിച്ചു തള്ളുക മാത്രമല്ല മലയാളി പ്രേക്ഷകർ ആ ശ്രീനിവാസൻ സിനിമയിൽ ചെയ്തത്. ചിരിച്ച് തള്ളിയില്ല, ചിരിച്ചുൾക്കൊണ്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ചിരിക്കുകയും ചെയ്തു, അതോടൊപ്പം തന്നെ ആ ചിന്ത മലയാളികൾ മനസ്സിൽ ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നമുക്ക് ഈ പാലാഴി എന്ന് പറയുന്ന വീടിൻ്റെ ചുറ്റും തിങ്ങിക്കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തിൽ നിന്നൂടെ
നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അത്രത്തോളം സ്നേഹം ഏവരും ശ്രീനിവാസന് മനസ്സിൽ കൊടുത്തിരുന്നു. എന്തായാലും ഇപ്പോൾ കർമ്മങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഏതാണ്ട് കഴിയുകയാണ്. അതിനുശേഷം മൃതദേഹം ചിതയിലേക്ക് എടുക്കും. അല്പം കാര്യങ്ങൾ വൈകിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിരവധി പേർ അദ്ദേഹത്തെ അവസാന നിമിഷവും ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കണ്ടനാട് കാണാൻ കഴിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ ഒരു തിരക്കും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഒരു ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ മൃതദേഹം ചിതയിലേക്ക് എടുക്കും. ചിതയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകും. പോലീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റ് ചില കർമ്മങ്ങൾ കൂടി ചിതയ്ക്ക് ചുറ്റും സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. ആ നിലയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക. എന്തായാലും ശ്രീനിവാസൻ ഓർമ്മയാവുകയാണ്. അത്യന്തം വൈകാരികമായിട്ടുള്ള പല രംഗങ്ങളും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. പലരും കണ്ണുനീർ അല്ലെങ്കിൽ ഈറനണിഞ്ഞാണ് നിൽക്കുന്നത്. കാരണം അത്രത്തോളം സ്നേഹം അവർക്കുണ്ടായിരുന്നു. സത്യനന്ദിക്കാടൊക്കെ തന്നെയാണെങ്കിൽ ഇന്നലെ മുതൽ അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് ചുറ്റും തന്നെ നില ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. കാരണം ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ നമ്മളിവിടെ നിൽക്കുമ്പോഴാണ് തമിഴ് നടൻ സൂര്യ ഇവിടേക്ക് എത്തുന്നത്. അദ്ദേഹം പോലും പറഞ്ഞത് ഈ അദ്ദേഹത്തിൻ്റെ സിനിമകളെ കുറിച്ച് തന്നെയാണ്. മാത്രമല്ല ശ്രീനിവാസൻ സിനിമകളുടെ ആ ഒരു ഇതിനെക്കുറിച്ച് തന്നെയാണ് സൂര്യ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം ഏവർക്കുമടക്കം ആ നിലയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ അവരുമായിട്ടുള്ള അടുപ്പവും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. അങ്ങനെ സ്വന്തം വഴിവെട്ടി സിനിമയിൽ വന്ന് സിനിമയിൽ നിലയുറപ്പിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും ഗംഭീരമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് ആ നിലയിൽ മുന്നോട്ട് പോയിട്ടുള്ള ആളായിരുന്നു ശ്രീനിവാസൻ. കേവലം സിനിമകളിൽ മാത്രമല്ല, വെള്ളിത്തിരയിൽ മാത്രമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മറ്റ് സാമൂഹ്യ വിഷയങ്ങളിലടക്കം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ സരസമായ രീതിയിൽ, ലളിതമായ രീതിയിൽ, നർമ്മത്തോടുകൂടി അവതരിപ്പിച്ചു. ഒരു മനുഷ്യനോട് ഇടപഴകുമ്പോൾ പോലും അത് എങ്ങനെയായിരിക്കണം. കാരണം ഈ സിനിമയുടെ വലിയ പടവുകൾ കയറുമ്പോഴും ലാളിത്യം എന്ന് പറയുന്ന ഒരു വശം അദ്ദേഹം ഏവരിലോടും സംസാരിക്കുമ്പോൾ പ്രകടിപ്പിച്ചിരുന്നു. ആരെയും മുഷിപ്പിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ ആ നിലയിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹത്തോട് ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ഓരോരുത്തരും. ഇപ്പോൾ നിരവധി പേർ ഈ വീടിന് ചുറ്റും, ഈ വീട് പരിസരത്തും ഒക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരടക്കമുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചിതയിലേക്ക് എടുക്കും. നേരത്തെ ഈ കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനകളൊക്കെ ഇപ്പോൾ ഏതാണ്ട് അവസാനിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ചിതയിലേക്ക് എടുക്കും. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്.